ഈ വീഡിയോയിൽ വളരെ നിർണായകമായിട്ടുള്ള ഡെവലപ്മെൻറ്റുകളാണ്. പ്രത്യേകിച്ച് ഇന്ത്യയുമായിട്ട് ബന്ധപ്പെട്ട കുറേ വാർത്തകളുണ്ട്. അതിലുപരി ശരിക്കും കാനഡയിൽ ഖാലിസ്ഥാനികളെ കൊണ്ടുള്ള തൊല്ല താങ്ങാൻ പറ്റുന്നില്ല എന്നുള്ള റിപ്പോർട്ടാണ് പുറത്തു വരുന്നത്. ഇവർ ശരിക്കും ഈ ഖാലിസ്ഥാനികൾ ഇന്ത്യക്കെതിരെ എന്ന് പറഞ്ഞാൽ ഇവർ നടത്തിയ എയർ ഇന്ത്യ റാഞ്ചൽ, അതുപോലെ തന്നെ ഇന്ദിരാഗാന്ധിയുടെ വധം, ഇതെല്ലാം തന്നെ ഇന്ത്യയുടെ മനസ്സിലുണ്ട്. അത് വേറെ കാര്യം. ഇപ്പം കാനഡയ്ക്ക് ഉപദ്രവകാരികളായിട്ട് മാറിയിരിക്കുകയാണ് ഈ ഖാലിസ്ഥാനികൾ. ഇവർ ശരിക്കും ഇൻസ്റ്റിറ്റ്യൂഷൻസ്, യൂണിവേഴ്സിറ്റികളിൽ ഇവരുടെ കടന്നുകയറ്റം, അതുപോലെ തന്നെ യൂണിവേഴ്സിറ്റികളിൽ എന്ന് പറഞ്ഞാൽ അതിൻ്റെ ചീഫ് പൊസിഷനിൽ വരെ ഇവരുടെ കടന്നുകയറ്റമുണ്ട്. അത് ത്രൂ ഇവർ സ്റ്റുഡൻസിലൂടെ ഇവർ പഞ്ചാബിൽ നിന്നും ഒരുപാട് കുട്ടികളെ കൊണ്ടുവന്ന് അവിടെ സ്റ്റുഡൻസ് ആയിട്ട് ചേർക്കുന്നുണ്ട്. പിന്നീട് ഇവരെയൊക്കെ കനേഡിയൻ പൗരന്മാരായിട്ട് ഇവർ മാറ്റുകയാണ്. പല ഖാലിസ്ഥാനികൾക്കും അവിടെ കമ്പനി ഉണ്ട്. അവർ വളരെ കൃത്യമായിട്ട് ഓവർസീസ് ഹയറിങ്ങിൻ്റെ ഓപ്ഷൻസ് അവർ ഓപ്പൺ ചെയ്തിട്ട് കൃത്യമായിട്ട് എഡ്യൂക്കേഷന് വേണ്ടിയിട്ട് പോകുന്ന പഞ്ചാബികളെയൊക്കെ അവർ ഹയർ ചെയ്ത് ഈ ഖാലിസ്ഥാനികളുടെ സ്ട്രെങ്ത് വർദ്ധിപ്പിക്കാൻ ഇവർ ശ്രമിക്കുന്നുണ്ട്. ഇതെല്ലാം തന്നെ കാനഡയുടെ ഇൻ്റലിജൻസ് വളരെ കൃത്യമായിട്ട് കണ്ടെത്തി റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുകയാണെന്ന്. ഈ ഖാലിസ്ഥാനികളെ കുറിച്ചുള്ള റിപ്പോർട്ട് കാനഡയുടെ ഇൻ്റലിജൻസ് ആണ് പുറത്തുവിട്ടിരിക്കുന്നത് കേട്ടോ. ശരിക്കും ഇന്ത്യൻ പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദിയും അതേപോലെ കനേഡിയൻ പ്രൈം മിനിസ്റ്ററും നടത്തിയ ചർച്ചയിൽ ഈ ഖാലിസ്ഥാനികളുടെ വിഷയം വളരെ കൃത്യമായിട്ട് ഡിസ്കസ് ചെയ്യപ്പെട്ടിട്ടുണ്ട്. കനേഡിയൻ പ്രൈം മിനിസ്റ്റർ മാർക്ക് കർണി ഇന്ത്യ സന്ദർശിച്ചിരുന്ന സമയത്ത് അജിത് ഡോവലുമായിട്ടൊക്കെ ചർച്ച നടത്തിയിട്ടുണ്ടായിരുന്നു. വളരെ നിർണായകമായിട്ടുള്ള ചർച്ചകളാണ് ഇന്ത്യയിൽ നടത്തിയത്. ഖാലിസ്ഥാനികളെ കുറിച്ചുള്ള ഇന്ത്യ ആവശ്യപ്പെടുന്ന ഇന്ത്യ എക്സ്ട്രാഡിഷൻ ഫോം സബ്മിറ്റ് ചെയ്തിട്ടുള്ള ആൾക്കാരെ കുറിച്ചുള്ള പൂർണ്ണ വിവരങ്ങൾ, അവർ ഇന്ത്യയിൽ നടത്തിയ ക്രിമിനൽ പ്രവർത്തനം എന്താണോ അതിനനുസരിച്ചുള്ള കാര്യങ്ങളെല്ലാം സപ്പോർട്ടിംഗ് ഡോക്യുമെൻ്റ് ഉൾപ്പെടെ മാർക്ക് കർണിക്ക് കൈമാറിയിട്ടുണ്ട്. പക്ഷേ കാനഡയിൽ പ്രത്യേകിച്ച് ഇപ്പോൾ മാർക്ക് കർണി നയിക്കുന്ന പാർട്ടിയിൽ തന്നെ, കാനഡയുടെ ഉള്ളിൽ തന്നെ പൊളിറ്റിക്കൽ പാർട്ടികളിൽ നിർണായക സ്വാധീനമുള്ള ടീമുകളാണ് ഖാലിസ്ഥാനികൾ. അപ്പം ഒരു പരിധിയുണ്ട് ഇതിലൊക്കെ തീരുമാനങ്ങൾ എടുക്കാനും അത് കൃത്യമായിട്ട് നടപ്പിലാക്കാനും. അപ്പം അതുകൊണ്ട് ഇന്ത്യക്കെതിരെയുള്ള നിലപാടുകളെ ഇഗ്നോർ ചെയ്ത് കളയാൻ മാക്സിമം ഇത് ഉപകരിക്കും. ഏതാണ് ഈ ഇന്ത്യയും കാനഡയും തമ്മിൽ നടത്തുന്ന ഈ കോൺവെർസേഷൻസ്. അതിലുപരിയായിട്ട് ഖാലിസ്ഥാനികളെ കാനഡയിൽ നിന്ന് തന്നെ ഉന്മൂലനം ചെയ്ത് കളയാമെന്ന് പറഞ്ഞാൽ നടക്കത്തില്ല. കാരണം ഇന്ത്യയിൽ നിന്ന് ഉന്മൂലനം ചെയ്യാം ഒരു പരിധി വരെ, പക്ഷേ കാനഡയിൽ നിന്ന് ഉന്മൂലനം ചെയ്യുന്നത് ഇനി നടക്കുന്ന കാര്യമില്ല. കാരണം കാനഡ ഖാലിസ്ഥാനികളുടെ നാടായി മാറിക്കഴിഞ്ഞു. അതാണ് അവിടുത്തെ അവസ്ഥ. എൻറ്റയർ കാനഡയെ കുറിച്ചല്ല ഞാൻ പറയുന്നത്. ഈ ഖാലിസ്ഥാനികളുടെ സ്വാധീനം കാനഡയിൽ വലിയ അളവിലുണ്ട് എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ അത് ആ രാജ്യത്തിന് തന്നെ ഒരു ഉപദ്രവമായി മാറിയിട്ടുണ്ട്. അതുകൊണ്ടാണ് ആ രാജ്യത്തിൻ്റെ ഇൻ്റലിജൻസ് തന്നെ ഈ വിവരങ്ങൾ പഠനവിധേയമാക്കി പഠിച്ച് മനസ്സിലാക്കിക്കൊണ്ട് ഗവൺമെൻറ്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്തിരിക്കുന്നത്. ആ റിപ്പോർട്ട് പറയുന്നത് ഇങ്ങനെയാണ്: ഇവർ ഒരു പൊതുശല്യമാണെന്നാണ് ആ റിപ്പോർട്ട് പറയുന്നത്. ഡിഫൻസ് മിനിസ്ട്രിയിൽ നിന്നും ഭാരത് ഇലക്ട്രോണിക്സ് ലിമിറ്റഡ് എന്ന് പറഞ്ഞ കമ്പനി 1400 കോടിയുടെ ഒരു ഡീല് സ്വന്തമാക്കിയിട്ടുണ്ട്. ഈ ഡീൽ എന്തിനാണെന്ന് പറഞ്ഞാൽ മൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റം മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഒരു പ്രോജക്റ്റ്. മൊബൈൽ ഇലക്ട്രോണിക് സിസ്റ്റം മോഡേണൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് ഇത് ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ടാണ് ഈ പ്രോജക്റ്റ് ബെൽ ഏറ്റെടുത്തിരിക്കുന്നത്, ബെല്ലിന് കൊടുത്തിരിക്കുന്നത്. ഈ ബെൽ എന്ന് പറഞ്ഞ കമ്പനിയുമായിട്ടൊക്കെ ബന്ധപ്പെട്ട് പല രീതിയിലുള്ള ബാക്ക്ഗ്രൗണ്ട് ചെക്കും കാര്യങ്ങളൊക്കെ അത് വേറെ സൈഡിൽ നടക്കുന്നുണ്ട്. ഞാനിപ്പോൾ അതുമായിട്ടല്ല പറയുന്നത്. ഇന്ത്യൻ ആർമിയുമായിട്ട് ബന്ധപ്പെട്ട് ഇങ്ങനെ 1400 കോടിയുടെ ഒരു കച്ചവടം ബെല്ലിന് പോയിട്ടുണ്ടെന്നുള്ളതാണ് ഇവിടെ നമ്മൾ സൂചിപ്പിക്കാൻ ആഗ്രഹിക്കുന്നത്. ഡിഫൻസ് സെക്രട്ടറി രാജേഷ് കുമാർ സിംഗ് ആണ് ഈ വിഷയം പുറത്തു പറഞ്ഞത്. ഇന്ത്യയുടെ ഇൻഡിജിനിയസ് ആയിട്ട് നിർമ്മിക്കുന്ന പ്രാലേ മിസൈൽ സിസ്റ്റം, ഈ സിസ്റ്റത്തിന് വേണ്ടിയിട്ട് അർമേനിയ ഇന്ത്യയുമായിട്ട് ഡിസ്കഷൻ നടത്തുന്നുണ്ട്. ഇത് കാനിസ്റ്റേർഡ് സർഫസ് ടു സർഫസ് മിസൈൽ എയർ ഡിഫൻസ് സിസ്റ്റമാണിത്. ഈ കാനിസ്റ്റേർഡ് എന്ന് ഉദ്ദേശിക്കുന്നത് മനസ്സിലായല്ലോ, അതായത് S-400 പോലെ അത്തരത്തിലുള്ള കാനിസ്റ്റേർഡ് സർഫസ് ടു സർഫസ് ഷോർട്ട് റേഞ്ച് എയർ ഡിഫൻസ് മിസൈലാണിത്. ഇതിൻ്റെ MTCR ഗൈഡ് ലൈൻസ് അനുസരിച്ചാണെന്നുണ്ടെങ്കിൽ 290 കിലോമീറ്ററാണ് ഇതിൻ്റെ റേഞ്ച്. ഇപ്പോൾ ഷോർട്ട് റേഞ്ച് എന്ന് പറയുമ്പോഴത്തേക്കും അത്ര ചെറിയ ഷോർട്ട് റേഞ്ച് അല്ല, നല്ലൊരു റേഞ്ച് തന്നെ കിട്ടും ഇതിനകത്ത്. അത്യാവശ്യം ഒരു അടിപൊളി സാധനം തന്നെയാണ്. ഇന്ത്യയിൽ ഓപ്പറേഷൻ സിന്ദൂർ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ട് പലതരത്തിലുള്ള ഡിഫൻസ് മേഖലയുമായിട്ട് ബന്ധപ്പെട്ട ഡെവലപ്മെൻറ്റുകളൊക്കെ നടക്കുകയാണ്. അപ്പോൾ ആനിവേഴ്സറിയോടനുബന്ധിച്ച് ഇന്ത്യയിലെ സെൻ ടെക്നോളജീസ് എന്ന് പറഞ്ഞ കമ്പനി AI പവേർഡ് ആൻറ്റി ഡ്രോൺ സിസ്റ്റം ലോഞ്ച് ചെയ്യുകയാണ്, ഇനോഗ്രേറ്റ് ചെയ്യുകയാണ്. പ്രത്യേകിച്ച് ഈ ഓപ്പറേഷൻ സിന്ദൂർ ആനിവേഴ്സറിയുമായിട്ട് ബന്ധപ്പെട്ടാണ് ഈ ലോഞ്ചിങ് പ്രിപ്പയർ ചെയ്തിരിക്കുന്നത്. മഹീന്ദ്ര കമ്പനി അവരുടെ ഒരു വെഹിക്കിൾ മോഡലാണ് താർ എന്ന് പറയുന്നത്. അപ്പോൾ ഈ താറുമായിട്ട് സിമിലാരിറ്റി വരുന്ന രീതിയിൽ ഓൾ ടെറൈൻ വെഹിക്കിൾ, അത് ഏത് റൂട്ടിലൂടെയും ഏത് അൺപാവ്ഡ് റോഡിലൂടെയും കയറി പോകാൻ കപ്പാസിറ്റിയുള്ള തരത്തിൽ അവർ ATV ആൾ ടെറൈൻ വെഹിക്കിൾസ് ലോഞ്ച് ചെയ്തിട്ടുണ്ട്.
ഇത് വെഹിക്കിൾ എന്ന് പറഞ്ഞാൽ സാധാരണക്കാർക്ക് വാങ്ങിച്ച് ഓട്ടിക്കാനല്ല, ഇത് ആർമിക്ക് വേണ്ടിയിട്ടാണ്, ഇന്ത്യൻ ആർമിക്ക് വേണ്ടിയിട്ട് അവർ പ്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. അതുപോലെ ഇന്ത്യയിലെ മറ്റൊരു കമ്പനിയാണ് പാരാസ് ആൻറ്റി ഡ്രോൺ ടെക്നോളജീസ് പ്രൈവറ്റ് ലിമിറ്റഡ്. ഇവർ ഡ്രോൺ ജാമർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. ഡ്രോൺ ജാമർ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എങ്ങനെയാണോ മിസൈലുകൾക്ക് നേരെ, ഫൈറ്റർ ജെറ്റുകൾക്ക് നേരെ, റഡാറുകൾക്ക് നേരെയുള്ള ജാമറൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നത്, അതേപോലെ ഒരു ജാമർ ടെക്നോളജി ഇവർ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുകയാണ്. HHDDJ എന്നാണ് പറയുന്നത്. അതായത് കോമ്പാക്ട് ഹാൻഡിൽഡ് ഡ്രോൺ ജാമർ എന്നാണ് ഇതിനെ വിളിക്കുന്നത്. FPV ഡ്രോണുകൾക്കെതിരെയും എഫക്റ്റീവ് ആണെന്നാണ് പറയുന്നത്. ഈ FPV ഡ്രോണുകൾക്കെതിരെ വല്ലാത്ത രീതിയിൽ ബുദ്ധിമുട്ടാണ് ഇസ്രായേൽ ലെബനൻ്റെ അടുത്ത്. കാരണം ഹെസ്ബുള്ളകൾ ഈ FPV ഡ്രോൺ വെച്ചിട്ടാണ് തുരിതര ആക്രമണങ്ങൾ ഇസ്രായേലിൻ്റെ ഉള്ളിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ അവർ റോക്കറ്റെല്ലാം ഇപ്പോൾ അവർ മാറ്റി വെച്ചിട്ട് FPV ഡ്രോണുകളാണ് കൂടുതലായിട്ട് അയക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട ഒരു വീഡിയോ ഞാൻ ഇൻസൈറ്റ്സ് മലയാളത്തിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ ആ സാഹചര്യത്തിലാണ് ഈ FPV ഡ്രോണുകൾക്കെതിരെയുള്ള ജാമർ ടെക്നോളജി വരെ ഇന്ത്യ ഇപ്പോൾ ഇൻട്രൊഡ്യൂസ് ചെയ്തിരിക്കുന്നത്. തീർച്ചയായിട്ടും ഇത് ഇസ്രായേലിന് പർച്ചേസ് ചെയ്ത് ഉപയോഗിക്കാവുന്നേ ഉള്ളൂ. പ്രസിഡന്റ് മിസ്റ്റർ ലാം ഇന്ത്യ സന്ദർശനം നടത്താനിരിക്കുന്ന സാഹചര്യത്തിൽ 5800 കോടിയുടെ ബ്രഹ്മോസ് ഡീലിൽ ഒപ്പിടുമെന്നാണ് പ്രതീക്ഷിക്കപ്പെടുന്നതല്ല, ആൾമോസ്റ്റ് ഇതിൻ്റെ ചർച്ചകളും ഇതിൻ്റെ ബാക്ക് ഓഫീസ് സ്റ്റോക്കൊക്കെ സംസാരിച്ച് ഇന്ത്യയുടെ ഫോറിൻ മിനിസ്ട്രിയും അതേപോലെ വിയറ്റ്നാം ഫോറിൻ മിനിസ്ട്രിയും തമ്മിൽ ഇതുമായിട്ട് ബന്ധപ്പെട്ട ഫയലുകളെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയിട്ടുണ്ടെന്നുള്ള വിവരങ്ങളാണ് പുറത്തു വരുന്നത്. ബെൽ എന്ന് പറഞ്ഞ കമ്പനിയും മെറ്റാമൈൻഡ് എന്ന് പറഞ്ഞ കമ്പനിയും അതേപോലെ ക്രിസ്റ്റലർ എന്ന് പറഞ്ഞ കമ്പനി, ഈ 3 കമ്പനികളും ഒരുമിച്ച് ഫ്യൂച്ചറിസ്റ്റിക് ഡിഫൻസ് ആൻഡ് എയറോസ്പേസ് ടെക്നോളജിയിൽ ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താൻ ധാരണയായിട്ടുണ്ട്. അപ്പം ട്രൈപാട്രിയറ്റ് മെമ്മറണ്ടം ഓഫ് അണ്ടർസ്റ്റാൻഡിങ് ഈ 3 കമ്പനികളും സൈൻ ചെയ്തിട്ടുണ്ട്. ഇന്ത്യയും അമേരിക്കയും തമ്മിൽ സ്നൈപ്പർ എക്സ്ചേഞ്ച് എന്ന് പറഞ്ഞാൽ തോക്ക് കൈമാറ്റം. അത് ഇന്ത്യ ഉപയോഗിക്കുന്ന ടെക്നോളജിക്കലി സൊഫിസ്റ്റിക്കേറ്റഡ് ആയിട്ടുള്ള ഗണ്ണും സ്നൈപ്പറും അതുപോലെ അമേരിക്കയുടെ സ്നൈപ്പറും തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്ത് ഉപയോഗിക്കാനും അതിൻ്റെ യൂസേജ് ബെനിഫിറ്റുകൾ അതുപോലെ അതിൻ്റെ അഡ്വാൻറ്റേജസ് അതുപോലെ ഡിസ്അഡ്വാൻറ്റേജസ് ഇതെല്ലാം തന്നെ വിലയിരുത്താനും വേണ്ടിയിട്ട് ഒരു പുതിയ ഡിഫൻസ് എക്സ്ചേഞ്ച് എന്ന് വേണമെങ്കിൽ പറയാം. അത്തരത്തിലുള്ള പ്രിസിഷൻ വാർഫെയർ എക്സ്ചേഞ്ച് കോപ്പറേഷൻ, ഇതിലൂടെ ഡിഫൻസ് റിലേഷൻഷിപ്പ് സ്ട്രെങ്തൻ ചെയ്യുക എന്നുള്ളതാണ് 2 രാജ്യങ്ങളും തമ്മിൽ ഉദ്ദേശിക്കുന്നത്. പാകിസ്ഥാൻ്റെ നേവി ഇന്ത്യൻ നേവൽ ടീമിനെ സഹായിച്ചിട്ടുണ്ട്. PMSA ഷിപ്പ് കശ്മീർ എന്ന് പറഞ്ഞ ഷിപ്പ് കുറേ നാളായി ചെറിയൊരു റിപ്പയറുമായിട്ട് ബന്ധപ്പെട്ട് കടലിൽ ആങ്കറിട്ട് അവിടെ കിടക്കുകയാണ്. അപ്പോൾ അതിലുണ്ടായിരുന്ന 6 ക്രൂ മെമ്പേഴ്സിനെയും രക്ഷപ്പെടുത്താൻ വേണ്ടിയിട്ട് ഇന്ത്യയുടെ നേവൽ കോസ്റ്റ് ഗാർഡ് ഒരു കമൻസ്മെൻറ്റ് ചെയ്തിരുന്നു. ആ കമൻസ്മെൻറ്റ് പാകിസ്ഥാൻ്റെ നേവി റിസീവ് ചെയ്തിട്ട് കൃത്യമായിട്ട് ആ മെസ്സേജ് കൈമാറി ഈ 6 പേരെയും റെസ്ക്യൂ ചെയ്യാൻ സഹായിച്ചിട്ടുണ്ട്. അതിലുപരി അവർ ഫുഡ് ഐറ്റംസ്, വെള്ളം, ഇതേപോലത്തെ അവരുടെ സൈഡിലുണ്ടായിരുന്ന കാര്യങ്ങളൊക്കെ കൊടുത്ത് സഹായിച്ചിട്ടുണ്ട്. ആ വാർത്ത ഇങ്ങനൊരു സംഭവം നടക്കുമ്പോൾ നമ്മൾ കൃത്യമായിട്ട് ഇത് രേഖപ്പെടുത്താൻ ബാധ്യസ്ഥരാണ്. കാരണം നമ്മൾ പാകിസ്ഥാനെ കുറിച്ച് ഒരുപാട് വിമർശനങ്ങൾ നടത്തിയിട്ടുണ്ട്. അപ്പോൾ അതുപോലെ പാകിസ്ഥാൻ്റെ സൈഡിൽ നിന്നുള്ള പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങൾ വരുമ്പോഴും നമ്മളത് പറയാൻ ബാധ്യസ്ഥനാണ്. അപ്പോൾ അതുകൊണ്ട് ഞാനിത് കൃത്യമായിട്ട് എഴുതി വെച്ച് ഞാൻ നിങ്ങളുടെ അടുത്ത് പറയുകയാണ്. അദാനി 2500 കോടി കോലാറിൽ ഇൻവെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തീരുമാനിച്ചിട്ടുണ്ട്. ഇത് 2000 പേർക്ക് ജോലി കൊടുക്കുന്ന ഒരു പദ്ധതിയാണെന്നാണ് പറയുന്നത്. ഡിഫൻസ് പ്ലാന്റ് ആണ് ഓപ്പൺ ചെയ്യാൻ തീരുമാനിച്ചിരിക്കുന്നത്. ഇതുമായിട്ട് ബന്ധപ്പെട്ട പ്രഖ്യാപനം യൂണിയൻ മിനിസ്റ്റർ ജ്യോതിരാദിത്യ സിന്ധ്യയാണ് അനൗൺസ് ചെയ്തത്. ഈ സ്ഥലം മധ്യപ്രദേശിലാണ് സ്ഥിതി ചെയ്യുന്നത്. ഗുണ പാർലമെൻ്ററി കോൺസ്റ്റിറ്റ്യുവൻസിയിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നത്. HD ഹ്യൂണ്ടായി കമ്പനി ഇന്ത്യക്കുള്ളിൽ 40,000 കോടി ഇൻവെസ്റ്റ്മെൻറ്റിൽ തൂത്തുക്കുടി എന്ന് പറയുന്ന സ്ഥലത്ത് തമിഴ്നാട്ടിൽ ഷിപ്പ്യാർഡ് എക്സ്പാൻഷൻ നടത്തുകയാണ്. ശരിക്കും അവർ അതുവഴിയാണ് ഏറ്റവും കൂടുതൽ കാറുകൾ കയറ്റുമതി ചെയ്യുന്നത്. സോ അതുകൊണ്ട് തന്നെ തമിഴ്നാട്ടിൽ അവർക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട്. സോ ഈ ഒരു എക്സ്പാൻഷൻ ഇന്ത്യയുടെ വിഷൻ 2047 എന്നുള്ള ആ ഒരു പദ്ധതിക്ക് കീഴിലാണ് ഈ ഇൻവെസ്റ്റ്മെൻറ്റ് ഈ ഇന്ത്യക്കുള്ളിൽ വരുന്നത്. തീർച്ചയായിട്ടും തമിഴ്നാട്ടിൽ വലിയ വലിയ പ്രോജക്റ്റുകളൊക്കെ ഉണ്ട്. ഇതെല്ലാം തന്നെ സെൻട്രൽ ഗവൺമെൻറ് തമിഴ്നാട്ടിനുള്ളിൽ നടപ്പിലാക്കുന്ന പ്രോജക്റ്റുകളാണ്. സ്റ്റേറ്റ് ഗവൺമെൻറ് പറഞ്ഞ ടൈം ലൈനിൽ സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കുന്നത് കൊണ്ട് സെൻട്രൽ ഗവൺമെൻറ് ഇത്തരത്തിലുള്ള പ്രോജക്റ്റുകൾ അവിടെ പ്രൊപ്പോസ് ചെയ്യുന്നുണ്ട്. അത് കൃത്യമായിട്ട് അവിടെ നടപ്പിലാവുന്നുമുണ്ട്. കേരളത്തിൻ്റെ പ്രശ്നം എന്താണെന്നുള്ളത് മനസ്സിലായല്ലോ. സ്ഥലം ഏറ്റെടുത്ത് കൊടുക്കില്ല, കൃത്യസമയത്ത് നടക്കത്തുമില്ല, ഗവൺമെൻറ്റിൽ നിന്ന് കൊടുക്കാമെന്ന് പറഞ്ഞ് ഏറ്റ പൈസ കൊടുക്കത്തുമില്ല. അതുകൊണ്ട് പല സെൻട്രൽ ഗവൺമെൻറ് പ്രോജക്റ്റുകളും കേരളത്തിൻ്റെ ഉള്ളിൽ കിടന്ന് ഇഴയുന്നതാണ് നമുക്ക് കാണാൻ കഴിയുന്നത്. അങ്ങോട്ടും ഇങ്ങോട്ടും ഫണ്ട് തർക്കം, സെൻട്രലിൽ നിന്ന് വാങ്ങിക്കുന്ന പൈസയുടെ കണക്ക് കൃത്യമായിട്ട് അങ്ങോട്ട് ഏൽപ്പിക്കില്ല, ഇങ്ങനെയുള്ള പല പ്രശ്നങ്ങളുണ്ടായിരുന്നു. നമ്മൾ എന്തുകൊണ്ട് ഇത് പറയുന്നു പറഞ്ഞാൽ മറ്റുള്ള സ്റ്റേറ്റുകളിലൊക്കെ സെൻട്രൽ ഗവൺമെൻറ്റിൻ്റെ പ്രോജക്റ്റുകൾ വളരെ വേഗത്തിൽ നടപ്പിലാകുന്നു, കേരളത്തിൽ ഇഴയുന്നു. ഇപ്പം തമിഴ്നാടിനെ സംബന്ധിച്ചിടത്തോളം തമിഴ്നാടിൻ്റെ ഉള്ളിൽ BJP അല്ല ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ ദ്രവിഡിയൻ പാർട്ടിയാണ് അവിടെ റൂൾ ചെയ്യുന്നത്. എയ്തർ DMK അല്ലെങ്കിൽ ADMK. ഇപ്പോഴാണ് TVK എന്ന് പറഞ്ഞിട്ട് വിജയുടെ പാർട്ടി വന്നിരിക്കുന്നത്. അപ്പോൾ ഇതിന് മുമ്പെല്ലാം തന്നെ ദ്രവിഡിയൻ പാർട്ടിയാണ് അവിടെ എല്ലാം റൂൾ ചെയ്തുകൊണ്ടിരുന്നത്. എന്നാലും സെൻട്രൽ ഗവൺമെൻറ്റിൽ നിന്നുള്ള പ്രോജക്റ്റുകളെല്ലാം തന്നെ അവർ വളരെ കൃത്യമായിട്ട് ടൈം ലൈനിൽ നടപ്പിലാക്കുന്നുണ്ട് അവിടെ.
ആൾക്കാർക്ക് ജോലിയും കിട്ടുന്നുണ്ട്. നിരവധി പേര് തമിഴ്നാട്ടിൻ്റെ ഉള്ളിൽ ഇങ്ങനത്തെ ഫാക്ടറികളിൽ ജോലി എടുക്കുന്നുണ്ട്. എനിവേ ഇത് നമുക്ക് ജസ്റ്റ് പറയാനേ പറ്റുള്ളൂ, ഇതിനകത്തൊന്നും തന്നെ ചെയ്യാനില്ല എന്നുള്ളതാണ്. അതുപോലെ ഇന്ത്യ ആണെങ്കിൽ റുപ്പി ട്രേഡ് നടത്താനാണ് ഏറ്റവും കൂടുതൽ താല്പര്യപ്പെടുന്നത്. കൂടുതൽ രാജ്യങ്ങളെ റുപ്പി ട്രേഡ് നടത്താൻ വേണ്ടിയിട്ട് പ്രോത്സാഹിപ്പിക്കുന്നുമുണ്ട്. ഇത് ഡീ ഡോളറൈസേഷന് വേണ്ടിയിട്ടുള്ള പരിപാടിയാണെന്ന് ചോദിച്ചാൽ ഇതൊരു തരത്തിലുള്ള ഡീ ഡോളറൈസേഷൻ തന്നെയാണ്, അതിൽ യാതൊരു മാറ്റമില്ല. അതുപോലെ ഇന്ത്യയും മ്യാൻമറും തമ്മിൽ ഡിഫൻസ് കോപ്പറേഷൻ ശക്തിപ്പെടുത്തിയിട്ടുണ്ട്. സ്ട്രെങ്തനിങ് മാരിടൈം സെക്യൂരിറ്റി ഇൻ മഹാസാഗർ എന്ന് പറഞ്ഞിട്ട് ഇന്ത്യക്ക് ഒരു ഡ്രില്ലുണ്ട്, നേവൽ ഡ്രില്ലുണ്ട്. അപ്പോൾ ആ ഡ്രില്ലിൽ പങ്കെടുക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട ചർച്ചകളൊക്കെയാണ് ഇവിടെ നടത്തിയത്. ഇന്നലെ അതേപോലെ വൈറ്റ് ഹൗസിൻ്റെ അടുത്ത് JD വാൻസിൻ്റെ വാഹനം കോൺവോയ് വൈറ്റ് ഹൗസിലേക്ക് എത്തുന്ന ആ ഒരു ടൈം ലൈനിൽ വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് ഒരു വെടിവെപ്പ്. ഈ തോക്ക് സംസ്കാരം കൊണ്ട് അമേരിക്ക പൊറുതിമുട്ടിയിരിക്കുകയാണ്, അങ്ങനെ തന്നെ പറയേണ്ടി വരും. കാരണം എവിടെ നോക്കിയാലും വെടിവെപ്പ്. എന്നാൽ ട്രംപ് മേളിൽ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന താഴെ പാർക്കിങ്ങിൽ വെടിവെപ്പ്. എന്നിട്ട് ഇതാ ഇപ്പം വൈറ്റ് ഹൗസിൻ്റെ തൊട്ടടുത്ത് തന്നെ ഇപ്പം വെടിവെപ്പ്. ഇതാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. അതിലൊരു കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. പരിക്കേറ്റത് എങ്ങനെയാണെന്ന് പറഞ്ഞാൽ ഈ വൈറ്റ് ഹൗസിൻ്റെ ഗാർഡ്സ് ഉണ്ടല്ലോ, അവരും ഈ വെടിവെക്കുന്ന ഈ സസ്പെക്ട് ഉണ്ടല്ലോ, അങ്ങോട്ടും ഇങ്ങോട്ടും രണ്ടു കൂട്ടരും വെടിവെച്ച് കളിച്ചതിൽ ഈ കുട്ടിക്ക് ഗുരുതരമായി പരിക്കേറ്റിട്ടുണ്ട്. അങ്ങനെയാണ് വാർത്തകൾ വരുന്നത്. ഇന്ത്യൻ എയർഫോഴ്സ് ആണെന്നുണ്ടെങ്കിൽ ബോയിങ് 767 കാറ്റഗറിയിൽപ്പെട്ട എയർക്രാഫ്റ്റ് റീഫ്യൂവലർ മിഡ് എയറിൽ വെച്ചിട്ട് ഫൈറ്റർ ജെറ്റുകളെ റീഫ്യൂവലിംഗ് ചെയ്യുന്ന എയർക്രാഫ്റ്റുകൾ അത് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് ചർച്ച നടത്തിക്കൊണ്ടിരിക്കുകയാണ്. 6 പ്രീ ഓൺഡ് ബോയിങ് 767 വാങ്ങിക്കാനാണ് പ്രാഥമികമായിട്ടുള്ള തീരുമാനം. ഇതിനെ മൾട്ടി മിഷൻ ടാങ്കർ ട്രാൻസ്പോർട്ട് സിസ്റ്റം എന്നാണ് വിളിക്കുന്നത്. MMTTS എന്ന് പറയും. ഇത് ഏതാണ്ട് 900 തൊട്ട് 1.1 ട്രില്യൺ വരെയാണ് ഇതിൻ്റെ ആ ഒരു ബാർഗെയിൻ റേഞ്ച് വരുന്നത്. സെക്കൻഡ് ഹാൻഡ് ആയിട്ടാണ് വാങ്ങിക്കുന്നത് കേട്ടോ, നമ്മൾ ഫ്രഷ് അല്ല വാങ്ങിക്കുന്നത്. ഈ സെക്കൻഡ് ഹാൻഡ് തന്നെയാണ് ഇപ്പോൾ ഞാൻ ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്ന പ്രൈസ് വരുന്നത്. ഒരെണ്ണത്തിൻ്റെ പ്രൈസാണ് ഇത്. കഴിഞ്ഞാലുള്ളത് എയർബസിൻ്റെ A330 ടാങ്കർ എയർക്രാഫ്റ്റുകളാണ്. അപ്പോൾ അത് ഇതിനേക്കാളും വില കൂടുതലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇസ്രായേലിൻ്റെ എയറോസ്പേസ് ഏജൻസിയും ഹിന്ദുസ്ഥാൻ എയറോനോട്ടിക്കൽ ലിമിറ്റഡും രണ്ടും കൂടി ചേർന്നിട്ടാണ് ഇപ്പോൾ ഈ ബാർഗെയിൻ നടത്തിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ അതായത് ഈക്വൽ ഇമ്പോർട്ടൻസ് ഇസ്രായേലിനും ഇന്ത്യക്കും ഒരുമിച്ച് ഉപയോഗിക്കാൻ പറ്റുന്ന രീതിയിലാണ് ഈ പർച്ചേസ് വരുന്നത്. മനസ്സിലായല്ലോ എവിടേക്കാണ് കാര്യങ്ങൾ പോകുന്നത്. അപ്പോൾ ഇന്ത്യയും ഇസ്രായേലും തമ്മിലുള്ള ആ ഡിഫൻസ് കോപ്പറേഷൻ എത്രമാത്രം ഡീപ്പർ ആണെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഇന്ത്യക്ക് ഒരു ആവശ്യം വന്നാലും ഉപയോഗിക്കാം, ഇസ്രായേലിന് ഒരു ആവശ്യം വന്നാലും ഉപയോഗിക്കാം. അപ്പോൾ അങ്ങനെ ജോയിൻ്റ് ആയിട്ട് എന്തായാലും ചർച്ചകൾ നടക്കുന്നുണ്ട്. അപ്പോൾ ഇതിനകത്ത് UAE പാർട്ട്ണർ ആകുമോ എന്നുള്ളത് നമുക്കറിയില്ല. ഇപ്പോൾ നിലവിൽ ഇസ്രായേലും ഇന്ത്യയുമാണ് ഈ പ്രോജക്റ്റിൽ ഇൻവോൾവ് ആയിരിക്കുന്നത്. ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞിരിക്കുന്ന എല്ലാ വാർത്തകളും തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വാർത്തകളാണ്. ഓരോ തന്നെ എടുത്തു വെച്ച് ഓരോ മണിക്കൂർ ചർച്ച നടത്താനുള്ള വിഷയങ്ങൾ ഇതിനകത്തുണ്ട്. പക്ഷേ നമുക്ക് അതിനുള്ള സമയമില്ല. തീർച്ചയായിട്ടും നിങ്ങളും ബിസിയാണ്, ഞാനും ബിസിയാണ്. അപ്പം നമുക്ക് ജസ്റ്റ് നമ്മുടെ ബിസി ലൈഫിൽ കാര്യങ്ങളൊക്കെ ഒന്ന് അറിഞ്ഞിരിക്കാൻ വേണ്ടിയിട്ട് ജസ്റ്റ് ഞാൻ അതിൻ്റെ ടോപ്പ് നോട്ടെല്ലാം തന്നെ ഇങ്ങനെ ടച്ച് ചെയ്ത് പോകുന്നതാണ്. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക. കൂടുതൽ വാർത്തകളുമായിട്ട് അടുത്ത വീഡിയോയിൽ വരാം. താങ്ക് യു സോ മച്ച്.